നമസ്കാരം. ഉപഭോക്താക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വലിയ രീതിയിൽ ആളുകൾ ആ വീഡിയോ ഏറ്റെടുത്തിട്ടുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം. ഒരു മനുഷ്യൻ കോലഞ്ചേരിയിലുള്ള റിലയൻസ് ഫ്രഷിൽ കയറി അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ 1/2 കിലോയുടെ കണ്ണൻ ദേവൻ തേയിലപ്പൊടി പാക്കറ്റ് എടുത്തു. അപ്പോൾ അതിലൊക്കെ ഇവർ എഴുതി വെച്ചിരിക്കുന്നത് 16 രൂപ ഡിസ്കൗണ്ട്, MRP 200 രൂപയാണ്, 184 രൂപയ്ക്കാണ് ഇവർ വിൽക്കുന്നത് എന്ന്. പക്ഷേ ഈ മനുഷ്യൻ കണ്ണൻദേവന്റെ അവിടെയുള്ള സകല 1/2 കിലോയുടെ ചായപ്പൊടി പാക്കറ്റുകളും എടുത്തു നോക്കുകയാണ്. അതിലൊന്നിലും MRP 200 ഇല്ല. 170 രൂപയൊക്കെയാണ് മാക്സിമം MRP കമ്പനി ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ റിലയൻസുകാർ പറയുകയാണ് 200 രൂപയാണ് MRP. നമ്മൾ അതിന് ഒരു ഡിസ്കൗണ്ട് തന്ന് 184 കൊടുക്കുന്നു. അതായത് യഥാർത്ഥ MRPയേക്കാളും 14 രൂപ കൂടുതൽ നമ്മളിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് നമുക്ക് 16 രൂപ ഡിസ്കൗണ്ട് തരുന്നു എന്ന് വരുത്തി തീർക്കുന്ന ആ ഒരു കച്ചവട മനോഭാവം, കച്ചവടമല്ല, കൊള്ളയാണ് നടക്കുന്നത്. ആ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ 200 തന്നെ ഞാനതാ ചോദിക്കുന്നുള്ളൂ. ചേട്ടാ ഞാൻ ചോദിക്കും അതെങ്ങനെയാന്ന് 1/2 കിലോയുടെ സാധനം 2 വില എങ്ങനെയാ? പലയിടങ്ങളിലും, പല മാളുകളിലും, പല സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഇത് MRP ഇത്രയാണ്, പക്ഷെ ഞങ്ങളുടെ പ്രൈസ് ഇതാണ്, ഞങ്ങൾ തരുന്നത് ഈ വിലയ്ക്കാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ഡിസ്കൗണ്ട് ഇതാണെന്നും പറഞ്ഞ് വലിയ തോതിൽ ഒരുവിധപ്പെട്ട മനുഷ്യരെയൊക്കെ പറ്റിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ചിന്തയെന്ന് വെച്ചാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സാധനം 500 രൂപയുടെ സാധനം ഇപ്പം 300 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ വേറൊന്നും നോക്കില്ല. അതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് നോക്കില്ല, അതിൻ്റെ ക്വാളിറ്റി നോക്കില്ല, MRP നോക്കില്ല. നമ്മൾ ആ സാധനം ഇത്രയും രൂപ ഡിസ്കൗണ്ട് ഇല്ലേ എന്നുള്ളത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഡിസ്കൗണ്ടിൽ കിട്ടിയ പരമാവധി സാധനങ്ങൾ കൈക്കലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പക്ഷെ വലിയ തട്ടിപ്പാണ് ഇതിൽ നടക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നത് കൂട്ടിവെച്ചാൽ എത്ര രൂപയാണ് ഇവർ ഒരു ദിവസം ഉണ്ടാക്കുന്നത്? എത്ര പേർ ഇതിനോടൊക്കെ പ്രതികരിക്കും? ഇങ്ങനെ ഒരു 10 പേർ കൃത്യമായിട്ട് പ്രതികരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇയാൾ എന്നിട്ട് അവിടുത്തെ ജീവനക്കാരോട് ചോദിക്കുകയാണ്. ജീവനക്കാരോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും പാർട്ട് ടൈം ജീവനക്കാരാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറയുന്നത്. മാനേജർ അവിടെ ഇല്ല. അവിടെ ബില്ലടിക്കുന്ന സ്ഥലത്ത് ചെന്ന് അയാളോട് ചോദിക്കുകയാണ്. ബില്ലടിക്കുന്ന യുവാവിനോട് ചോദിച്ചപ്പോൾ അയാൾ പറയുകയാണ്, ഞങ്ങളുടെ സിസ്റ്റത്തിൽ 200 എന്നാണ് കിടക്കുന്നതെന്ന്. അതെങ്ങനെയാ കമ്പനി MRP ഇട്ട് ഒരു സാധനം 170 രൂപ, അവരുടെ സിസ്റ്റത്തിൽ MRP 200 കാണിക്കുന്നത്? ഒരു സാധനത്തിന് 2 MRP എങ്ങനെ വരും? ഈ വിഷയം സംബന്ധിച്ചൊരു ഷോർട്ട് വീഡിയോ ഞാൻ എപ്പോഴും ഇറക്കിയിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം, അതിൻ്റെ ചേരുവകൾ, അതിൻ്റെ MRP എന്ന് വെച്ചാൽ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ്. അങ്ങേയറ്റം അവർക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു തുക, അതിൽ നിന്ന് കുറച്ച് വിൽക്കാം. പക്ഷെ അതിനപ്പുറം 1 രൂപ പോയിട്ട് 1 പൈസ പോലും കൂടുതൽ വാങ്ങിക്കാൻ ഇവിടെ നിയമമില്ല. നമുക്ക് ഉപഭോക്തൃ കമ്മീഷനുണ്ട്, ഉപഭോക്തൃ കോടതികളുണ്ട്. നമ്മുടെ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും നമ്മുടെ ന്യായങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ സംവിധാനങ്ങളുണ്ട്. അതിനെയൊക്കെ ആശ്രയിക്കണം, അതിനൊക്കെ മെനക്കെടാൻ നമ്മൾ തയ്യാറാകണം. പല രീതിയിൽ ഒരു സാധനത്തിൻ്റെ കൂടെ ഇന്നത് ഫ്രീ എന്നൊക്കെ പറയും. ചിലപ്പോൾ അവരവിടെ സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് തരില്ല. ഇതൊക്കെ കമ്പനി ഇറക്കുന്നതാണ്. ചിലപ്പോൾ തേയിലപ്പൊടി ഇറക്കുന്ന കമ്പനിക്കാരൻ അതിൻ്റെ കൂടെ അത് വാങ്ങിക്കുമ്പോൾ 1/2 കിലോയുടെ ഒരു പഞ്ചസാര പാക്കറ്റ് ഫ്രീ. അത് കമ്പനി തരുന്നതാണ് നമുക്ക്. അപ്പോൾ അത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലേക്കോ മറ്റോ വരുമ്പോൾ അവർ പറയും അതിൻ്റെ സ്റ്റോക്ക് തീർന്നു, നമ്മുടെ കയ്യിലില്ല. അത് നമുക്കറിയേണ്ട കാര്യമില്ല. കമ്പനി നമ്മളിത് ഇത്ര രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുകൂടി തരാമെന്നൊരു ഓഫർ തരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അവകാശമാണ്. അതില്ലെങ്കിൽ അതിന് പകരം സമാനമായിട്ടുള്ള രീതിയിലുള്ള മറ്റൊരു പ്രോഡക്റ്റ് നമുക്ക് തരിക എന്നുള്ളത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അത് ഫ്രീ കിട്ടിയതല്ലേ, അല്ലെങ്കിൽ അതൊരു കൂപ്പണല്ലേ, അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ഒരുപാട് പണം ഇവർ അനധികൃതമായിട്ട് ഉണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ പറ്റിച്ച് നമ്മളെ മണ്ടരാക്കി ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഈ സൂപ്പർ മാർക്കറ്റ് പോലുള്ള ഇടങ്ങളിൽ, അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ, വലിയ വലിയ കടകളിൽ പർച്ചേസിങ്ങിന് പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കി തന്നെ എടുക്കണം. ഒരുപാട് പറ്റിയിട്ട് പല രീതിയിലുണ്ട്. എക്സ്പയറി ഡേറ്റിന് മുകളിൽ മറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വേറെ ഡേറ്റ് ഇടുന്ന പരിപാടിയുണ്ട്. ആ കമ്പനി അവരുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ പുറമെ ഇത് വിൽക്കുന്ന കച്ചവടക്കാരൻ രേഖപ്പെടുത്തുന്ന കാര്യങ്ങളോ അയാളുടെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്റ്റിന്മേൽ ചെയ്യുന്ന കാര്യങ്ങളോ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ചിലതിലൊന്നും MRP കാണാൻ പറ്റാത്ത രീതിയിൽ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കും, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് കാണാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെയ്തു വെക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അവിടെ മാനേജരോ അല്ലെങ്കിൽ അധികാരപ്പെട്ട ആളുകളോ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. കൃത്യമായിട്ട് ആ പ്രോഡക്റ്റിൻ്റെ എന്താ എനിക്കിതൊന്നും കാണാൻ പറ്റുന്നില്ല,
സ്റ്റിക്കർ മാറ്റി തരും, എനിക്കിത് കൃത്യമായിട്ട് അറിയണം എന്ന് ആവശ്യപ്പെടാനുള്ള റൈറ്റ് നമുക്കുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളൊരു പ്രശ്നക്കാരാകുകയാണ് അവിടെ ചെന്ന് എന്തിനാണ് വിഷയം ഉണ്ടാക്കുന്നത്, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്. അല്ല, ഇതൊക്കെ നമ്മുടെ അവകാശമാണ്. പ്രതികരിക്കേണ്ട രീതിയിൽ അവിടെ ചെന്ന് അടിയും ബഹളവും തെറിയും നടത്തണം എന്നല്ല പറയുന്നത്. പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടേണ്ടത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു മനുഷ്യൻ അങ്ങനെ പ്രതികരിച്ചത് കൊണ്ട് ഇനി അക്കാര്യത്തിൽ അവർ ശ്രദ്ധിക്കും. അതുപോലെ ഓരോ മനുഷ്യരും അവരവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പോരാടുമ്പോൾ മറ്റൊരു വലിയ സമൂഹത്തിന് വേണ്ടി കൂടിയാണ് ഒരു വലിയ കാര്യം ചെയ്യുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. പറയുന്നത് കേട്ടിട്ടില്ലേ, ചില സ്ഥലത്ത് നിശബ്ദതയാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം. നമ്മൾ മിണ്ടേണ്ട ഇടത്ത് മിണ്ടാതെ ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെയൊക്കെ വില കൂടിയതിന് ശേഷം വെളിച്ചെണ്ണ പാക്കറ്റുകളിലും ഇങ്ങനെ വളരെയധികം കൃത്രിമത്വങ്ങൾ അവർ ചെയ്യുന്നുണ്ട് റേറ്റിൻ്റെ കാര്യത്തിലും. എന്നാൽ റേറ്റ് കൂടുന്നതിനനുസരിച്ച് അവർ തരുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി പോലും നല്ലതാകണമെന്നില്ല. ഏതാണ് നല്ലത് ഏതാണ് മോശം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള പല ടെസ്റ്റുകളും ഭക്ഷ്യവകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവരുടെയൊക്കെ വെബ്സൈറ്റുകളിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കണ്ട് അതൊക്കെ ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. പണം കൊടുത്ത് നമ്മൾ ചിലപ്പോൾ വിഷം വാങ്ങിച്ച് കഴിക്കേണ്ട അവസ്ഥയും ഉണ്ടാവുന്നുണ്ട്. പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് കോടീശ്വരന്മാരുടെ വലിയ വലിയ കടകളിലും ഈ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അടുത്തുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരെ അതിനെ ആശ്രയിച്ചുകൂടെ, അവരും രക്ഷപ്പെടും, അവർ സത്യസന്ധമായേ ചെയ്യുള്ളൂ എന്ന്. നമുക്ക് എല്ലാവരുടെയും കാര്യത്തിൽ ആ ഒരു സാധനം ആപ്ലിക്കബിൾ അല്ല. ഓരോരുത്തരുടെയും സൗകര്യമാണ്. ഇപ്പോൾ നഗരത്തിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാ ദിവസവും ഓരോ സാധനം വാങ്ങിക്കാൻ ഓരോ കടകളെ ആശ്രയിക്കാൻ പറ്റില്ല. അവരൊക്കെ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് കിട്ടുന്ന ഇടത്ത് മാസത്തിൽ ഒരിക്കലായിരിക്കും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം വാങ്ങിച്ചുകൊണ്ട് അവർ പോകുന്നു. അല്ലാതെ അടുത്തുള്ള കച്ചവടക്കാർ രക്ഷപ്പെടരുതെന്നോ അതൊക്കെ അങ്ങനെ വിചാരിച്ചല്ല. അതവരുടെ സൗകര്യമാണ്. എല്ലാവരുടെയും കാര്യത്തിൽ നമ്മൾ അത് പറയുന്നില്ല. പരമാവധി വീടിനടുത്ത് കടകളിൽ എന്നും പോയി ഇടയ്ക്കിടയ്ക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്ന സൗകര്യമുള്ള ആളുകൾ അത് ചെയ്യുക. അല്ലാതെ ഇങ്ങനെ പോകുന്നിടത്താണെങ്കിലും അത് വമ്പന്മാരാണ്, നമുക്ക് അവരുമായിട്ട് മുട്ടാൻ പോകാൻ പറ്റില്ല. ഇപ്പോൾ വലിയ കമ്പനികൾക്കെതിരെയൊക്കെ വീഡിയോ ചെയ്തിട്ട് അവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ കൊടുത്തിട്ട് പോലും കേസിന് പോകേണ്ടി വന്നിട്ടുള്ള ആളുകളുമുണ്ട്. ഇവരുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അതൊക്കെ ഇതിൻ്റെ പുറകെ വരുന്ന കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ നമ്മൾ നേരിട്ട് കൊള്ളാം എന്ന് ധൈര്യം കൂടിയുള്ള ആളുകളാണ് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അയാൾ വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളും അർഹിക്കുന്നുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവർ പല ന്യായങ്ങളും പറയും, സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. അതിൽ പ്രോഡക്റ്റിൽ കൊടുത്തിരിക്കുന്ന ബാർകോഡ് അത് സ്കാൻ ചെയ്യുമ്പോൾ പ്രോഡക്റ്റിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത്. അതിൽ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുമാതിരി കുറച്ച് വിവരമൊക്കെ കുറഞ്ഞ ആളുകളെ, അറിവില്ലാത്ത ആളുകളെ, ധൈര്യം കുറഞ്ഞ ആളുകളെയൊക്കെ പറ്റിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മളൊരു കടയിൽ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിക്കാനിരിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ള ഒരു ധാരണ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പർച്ചേസിങ് നടത്തിയാൽ കുറച്ച് നമുക്ക് നമ്മളെ തന്നെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. ഇതിപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത്. പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ ഗൾഫ് രാജ്യത്തൊക്കെ ആണെങ്കിൽ എപ്പോഴേ ആ കട അടച്ച് പൂട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് വിൽക്കുന്ന കമ്പനിക്കാണെങ്കിലും ലീഗൽ മെട്രോളജി വകുപ്പിനാണെങ്കിലും ഭക്ഷ്യവകുപ്പിനാണെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് ഉത്തരവാദിത്തത്തോടുകൂടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണിത്. കാരണം ഒരു കമ്പനി കൊടുത്തിരിക്കുന്ന MRPയേക്കാൾ കൂടുതൽ വില ഒരാളുടെ കയ്യിൽ നിന്ന് പറ്റിച്ചീടാക്കുക എന്നൊക്കെ പറയുന്നത് വൻ തട്ടിപ്പാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അപ്പോൾ ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന് സർക്കാർ ക്യാപ്ഷനുകൾ നമ്മളിലേക്ക് പ്രചരിപ്പിക്കുന്നത് വെറുതെ അത് കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയല്ല. നമ്മൾ ഉണരണം. നമുക്ക് നേരെ ഒരു അന്യായം കാണിക്കുന്നുവെന്ന് കാണുമ്പോൾ കൃത്യസമയത്ത് കൃത്യമായിട്ട് പ്രതികരിക്കാനുള്ള ശേഷി ഓരോ ഉപഭോക്താക്കൾക്കും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു സംഭവം അതിനുള്ള മാതൃകയും പ്രചോദനവും ആകട്ടെ. ഏതായാലും ഈ വീഡിയോ ചെയ്ത് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിച്ച ആൾക്ക് വീണ്ടും അഭിനന്ദനങ്ങൾ.